എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ എല്ലാ മാസവും വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണെങ്കിലും മുടങ്ങാതെ എല്ലാ മാസവും ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുകയും വ്യത്യസ്ത വിഷയങ്ങളിൽ സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സംഘടനയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അഭിമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇതിന് തൊട്ടു മുമ്പ് സംസാരിച്ച വിഷയം ഭാഷാപ്രയോഗങ്ങളെക്കുറിച്ചാണെങ്കിലും അത് നമ്മുടെ ഒരു ആശയലോകത്ത് ഭാഷയുടെ പ്രയോഗമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള സങ്കീർണതകൾ സരസമായി തന്നെ ഹരീഷ് വിശദീകരിച്ചു. അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ കേൾക്കേണ്ട ആളുകൾ കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു പക്ഷെ അവർക്ക് തിരുത്താനൊരവസരം ഉണ്ടാകുമായിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിലെ ഹിന്ദു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. എന്നോട് ദയനദേട്ടൻ ഇങ്ങനെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിർദ്ദേശിച്ചൊരു വിഷയം തന്നെയാണിത്. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം, നമ്മൾ വലിയ തരത്തിൽ അവഗണിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഇന്ത്യൻ ആത്മീയത രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു തന്ത്രം എന്നതാണ്. നമ്മൾ അത് പലപ്പോഴും വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, ഞാൻ അങ്ങനെ ആലോചിച്ചത്, ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാതരം രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പിറകിൽ ചെറുതോ അല്ലെങ്കിൽ പ്രകടമായതോ ആയ രീതിയിൽ മതം കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ സമീപകാല സംഭവങ്ങളാണ്. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ ഉത്തരവ് സെപ്റ്റംബർ മാസത്തിൽ വരുന്നു. അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥ മുഴുവനായും രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ടതായിരുന്നു. അതിനകത്ത് ആത്മീയതയുടെ അംശം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും വേണ്ട രീതിയിൽ അതിലത്തെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാരണം. മറ്റൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് പറയേണ്ട വേറൊരു കാര്യം, എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലെ ഹിന്ദു, എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലെ മുസ്ലിം ഇല്ല, എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലെ ക്രിസ്ത്യാനി ഇല്ല, എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലെ മറ്റു മതക്കാരില്ല എന്നുള്ളതും കൂടി ചർച്ച ചെയ്യേണ്ടത്, അതും കൂടി പറയണം. രാഷ്ട്രീയത്തിലെ മുസ്ലിം ഇല്ല. അതിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രീയമാണ്. കാരണം ആ മതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ രാഷ്ട്രീയമായൊരു സംവിധാനത്തിലാണ്. രാഷ്ട്രീയമായൊരു സംവിധാനത്തിലല്ലാതെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പില്ല. ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവനായും രാഷ്ട്രീയമായി ആ മതത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ കടന്നു വരണം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ മുഴുവനായും അയാളുടെ ഇസ്ലാമികമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രായോഗികമായ ഒരു ലോകത്ത് അല്ലെങ്കിൽ തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ച് അയാളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇസ്ലാമിനെ പറ്റി ചർച്ച ചെയ്യേണ്ടതില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രീയമാണ്. ക്രിസ്ത്യാനിയുടെ കാര്യം വേറെ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനിറ്റി നേരിട്ട് മതപുരോഹിതന്മാർ നേരിട്ട് ഭരണാധികാരം കൈയാളിയ സാഹചര്യം വളരെ കുറവാണ് ലോകചരിത്രത്തിൽ. ബ്രിട്ടനിലൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ക്രിസ്തുമതം രണ്ടായി പിളരുകയും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും പ്രൊട്ടസ്റ്റൻ്റ് മതം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതം, അതായത് ബിഷപ്പുമാർ, കർദിനാൾമാർ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുകയും രാജാവിനെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിൽ രാജാവിന് സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കുകയും രാജാവിനേക്കാൾ സമ്പന്നനായി നികുതി പിരിച്ചെടുക്കാനുള്ള നേരിട്ട് അവകാശമൊക്കെ ബിഷപ്പിന് കൈവരുന്നിടത്താണ് അതിനെതിരെ എതിർത്തുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ വേറൊരു മതവിഭാഗമായിട്ട് അല്ലെങ്കിൽ വേറൊരു ആശയ പദ്ധതിയായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് മതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമതത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഒരു കാലത്തും പരിപൂർണമായിട്ടില്ല ഇസ്ലാമിനെ പോലെ. ക്രിസ്തുമതത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഒരു കാലത്തും പരിപൂർണമായിട്ടില്ല ഇസ്ലാമിനെ പോലെ. ഇപ്പോൾ അതാ വീണ്ടും കേരള ഗവൺമെൻറ് ചർച്ച് ആക്ട് നടപ്പിലാക്കാൻ പോകുന്നു. അത് നടപ്പിലാക്കുന്നതോടുകൂടി ഇപ്പോഴുള്ള അധികാരം പോലും ക്രിസ്തുമതത്തിൻ്റെ അധികാരം പോലും പരിപൂർണമായും ഇല്ലാതെയാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത് നടപ്പിലായാൽ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ അതിൻ്റെ പ്രാരംഭം കുറിച്ചിട്ടുള്ള അത് ആവിർഭവിച്ച സമൂഹങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ സമൂഹങ്ങളും ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ക്രിസ്തുമത അധികാരത്തിൻ്റെ കീഴിലല്ല. ആകെയുള്ളത് ഒരു നാമമാത്ര രാജ്യമായ വത്തിക്കാനാണ്. അതാകട്ടെ
ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനമൊന്നും നടത്താത്ത അല്ലെങ്കിൽ ഒരു പരിപൂർണമായ ഒരു രാജ്യമല്ലാതെ നിൽക്കുന്ന ഒരു ഒരു പാരഡി കൺട്രിയാണ്, ഒരു പാരഡി സ്റ്റേറ്റ്. അതാണ് പാരഡി സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു വെർച്വൽ സ്റ്റേറ്റ്, ഒരു പ്രതീതി രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നു എന്നേ വത്തിക്കാനെ പറ്റി പറയാനേ പറ്റൂ. അതൊരു രാജ്യമല്ല. പക്ഷേ ഹിന്ദു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ പരികല്പനകളിൽ ഒന്നും വരാത്ത ഒരു സംഗതിയാണ് ഹിന്ദു എന്ന് പറയുന്നത്. കാരണം ഹിന്ദു എന്ന വാക്ക് തന്നെ ഒരു കപടമായ വാക്കാണ്, ഒരു വ്യാജ പദമാണ് ഹിന്ദു. ഏതർത്ഥത്തിൽ? മതത്തെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിൽ ഹിന്ദു എന്നുള്ളതൊരു വ്യാജ പദമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഹിന്ദു എന്ന പദത്തിന് വലിയ തരത്തിലുള്ള സാധ്യതകളുണ്ട്. കാരണം ഹിന്ദു എന്നുള്ള വാക്കിൻ്റെ ഒരു ആവിർഭാവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് വലിയ തരത്തിൽ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ആശയമാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും സ്വാംശീകരിക്കുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു പദമാണ്. എന്നാൽ ഈ ഹിന്ദു എന്ന പദത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രകടമായി ഉപയോഗിക്കുന്ന ഒരു മതവിഭാഗം ബ്രാഹ്മണ മതമാണ്. ഈ ബ്രാഹ്മണ മതമാകട്ടെ ഒരു തരത്തിലും ഇൻക്ലൂസീവ് അല്ല, അത് എക്സ്ക്ലൂസീവാണ്. അതായത് ബ്രാഹ്മണ മതം എന്നതിൽ തന്നെ അത് ആരുടെ മതമാണെന്ന് പ്രകടമായിട്ടുണ്ട്, അത് ബ്രാഹ്മണൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു എന്നുള്ള വാക്ക് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാനോ വ്യാജമായി ഉപയോഗിക്കാനോ സാധ്യതയുള്ളതാണ്. അങ്ങനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. കാരണം ഹിന്ദു എന്ന ഈ പറയുന്ന നമ്മൾ ഹിന്ദു എന്ന പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ വ്യവസ്ഥകൾക്കോ സംഹിതകൾക്കോ ഒന്നും തന്നെ ഇന്ത്യയിൽ മുഴുവനായുമുള്ള ജനങ്ങളെ ഉൾക്കൊള്ളാനോ ജനങ്ങളുമായി ബാധിക്കുന്ന യാതൊരു കാര്യവും പ്രകടമല്ല, അതിലില്ല. എന്നാൽ ബ്രാഹ്മണ മതമാകട്ടെ കൃത്യമായ വ്യവസ്ഥയുള്ളതാണ്. ആ വ്യവസ്ഥയിനകത്ത് ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ഒരു വ്യക്തിയുടെ ജനന മരണത്തിനിടയ്ക്കുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. റിച്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു മതമാണ്. അത് ബ്രാഹ്മണ മതത്തിൻ്റെ പ്രത്യേകതയാണ്. ആ മതത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി വളരെ തന്ത്രപരമായി ഉപയോഗിക്കുന്ന ഒരു കാമഫ്ലാഷ് എന്ന് പറയും. അതൊരു പട്ടാള തന്ത്രമാണ്. വേഷപ്രച്ഛന്നമായി ഒരു സ്ഥലത്ത് കടന്നുകൂടുക, കീഴ്പ്പെടുത്തുക. അതൊരു കാമഫ്ലാഷാണ് സത്യത്തിൽ പറഞ്ഞാൽ ഹിന്ദു എന്ന വാക്കും ഹിന്ദു എന്ന സാംസ്കാരിക സംജ്ഞയുടെ പ്രയോഗവും. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിലെ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായി പ്രയോഗിക്കുന്നത് എന്നുള്ളൊരു ചർച്ചയാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഹിന്ദുത്വത്തെക്കുറിച്ച് തന്നെ സവർക്കർ പറയുന്നത് ഹിന്ദു മതം എന്തല്ല, ഒരു ആത്മീയമായ തിയോളജിക്കലായിട്ടുള്ള കാര്യമാണെങ്കിൽ ഹിന്ദുത്വം അതല്ല, ഹിന്ദുത്വം ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണെന്ന് സവർക്കർ തന്നെ പറയുന്നുണ്ട്. അതൊരു അജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഒരു പൊളിറ്റിക്കൽ ഇന്ത്യയുടെ അജക്റ്റീവായിട്ട്, ഇന്ത്യയുടെ വിശേഷണമായിട്ട് ഉപയോഗിക്കേണ്ട വാക്കാണെന്നാണ് സവർക്കർ ദ എസൻസ് ഓഫ് ഹിന്ദുത്വയെക്കുറിച്ച് പറയുന്നത്, ആ പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ്. കാരണം അത് അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമായിട്ട് തന്നെ പ്രയോഗിക്കപ്പെടുന്ന വാക്കാണ്. സവർക്കർ തന്നെയാണ് ആ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഹിന്ദു എവിടെ, ആ ഹിന്ദു എങ്ങനെയാണ് ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദുമതത്തെക്കുറിച്ച് ഞാൻ ഈ പറയുമ്പോൾ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ ബ്രാഹ്മണ മതമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പരിചയിച്ചൊരു വാക്കെന്ന നിലയ്ക്കാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള പഠനങ്ങളിൽ പ്രധാനപ്പെട്ടൊരു പഠനം, നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദുമതത്തിൻ്റെ ഈ നിലയ്ക്കുള്ള പ്രചാരണം അല്ലെങ്കിൽ ഈ നിലത്തിലുള്ള വ്യാപനം നടക്കുന്നതിന് പ്രധാനമായും പങ്കുവഹിച്ചത് മാധ്യമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1980-കൾക്ക് മുൻപ് ഇന്ത്യയിൽ വിഷ്വൽ മീഡിയ, ദൃശ്യമാധ്യമങ്ങൾ ഒട്ടും തന്നെ പ്രചാരത്തിലായിരുന്നില്ല. എന്നാൽ 90-കളാകുമ്പോഴത്തേക്കും വളരെ പതുക്കെ അത് വ്യാപനം നേടുന്നു. 90-കളുടെ ആരംഭത്തിൽ ദൂരദർശൻ തന്നെ അതിൻ്റെ പ്രാദേശിക ചാനലുകളിൽ കൂടി കൂടുതൽ പ്രക്ഷേപണ സമയം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 2 പ്രധാനപ്പെട്ട സീരിയലുകൾ ആരംഭിക്കുന്നുണ്ട്, രാമാനന്ദ സാഗറിൻ്റെ മഹാഭാരതവും രാമായണവും. ഇത് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ആദ്യ പടിയായിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത് ഈ 2 സീരിയലുകളിലാണ് എന്നൊരു പഠനം പറയുന്നുണ്ട്. ഇതിനെയാണ് ഒരു കൾച്ചറൽ പ്രൊപ്പഗാൻഡയായിട്ട് അവരുപയോഗിക്കുന്നത്.
ഇതിലൂടെ അന്ന് ഇത് കാണാനായിട്ട് എല്ലാ വീടുകളിലും, വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ ടി വി ഉള്ളൂ. കളർ ടി വി വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ കളർ ടി വി ഉള്ള വീടുകളിലേക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ടി വി ഉള്ള വീടുകളിലേക്ക് നമ്മൾ കൂട്ടം കൂട്ടമായി പോവുകയും അവിടെ ജനലുകളിൽ തൂങ്ങി നിന്ന് പോലും ഈ സീരിയലുകൾ ഞായറാഴ്ച രാവിലെ ഇത് കാണുകയും ചെയ്യുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. ഇത് കാണുന്നതിൽ മാറ്റം വരുന്നു. ആളുകളുടെ ഈ സീരിയൽ കാണുന്നതിനുള്ള മനോഭാവത്തിൽ മാറ്റം വരുന്നു. അതിനെ സാധാരണ ഒരു കലാ ആവിഷ്കാരം എന്ന നിലയ്ക്ക് കാണുന്നതിന് പകരം അവരുടെ ജീവിതത്തിൻ്റെ ഏതോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയ്ക്ക് അതിനെ കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ഇത് പതുക്കെ പതുക്കെ വരുന്നത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ ബോധപൂർവ്വം നിർമ്മിക്കപ്പെട്ട ഒരു പ്രൊപ്പഗാൻഡയാണെന്ന്. ഹൗ ടു റീഡ് ഡൊണാൾഡ് ഡക്ക് എന്ന ഒരു പുസ്തകം ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കൻ ഐക്യനാടുകൾ നടത്തിയിട്ടുള്ള മുതലാളിത്ത അധിനിവേശത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നുണ്ട്. അതായത് ഒരു കാർട്ടൂൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനതയുടെ ശ്രദ്ധ ആകർഷിക്കുക എന്ന്. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള പ്രസാദ് അമോർ, അവരുടെ കൂട്ടായ്മയാണ് നവോത്ഥാന കേരള ശബരിമലയിലേക്ക് എന്ന് പറയുന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ അവർ ഉപയോഗിച്ചൊരു ടാക്ടിക്സ് ദ ഇൻവിസിബിൾ ഗൊറില്ല എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര തന്ത്രമാണ്. അത് കുറേ സ്ഥലത്ത് അത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ആക്ഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ ഒരു ആക്ഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ തന്നെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ മറ്റെന്ത് നടന്നാലും നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ആന അതുകൂടെ നടന്നു പോയാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു തന്ത്രമാണ് ശബരിമലയിലേക്ക് ആളെ കയറ്റുന്ന ഈ കനകദുർഗയും ബിന്ദു അമ്മിണിയും കയറി പോകുന്നതിന് വേണ്ടി അവരെ സഹായിച്ച ഒരു ടാക്ടിക്സ്. അതായത് അവരെ കൊണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്തുക, നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് അവർ സുഖമായിട്ട് ശബരിമലയിൽ കയറി പോയി തിരിച്ചു വന്നു, യാതൊരു പ്രശ്നങ്ങളില്ലാതെ. ഈ തന്ത്രമാണ്, ഈ ഇൻവിസിബിൾ ഗൊറില്ല തന്ത്രം. നമ്മൾ അതിനൊരു ഐഡിയോളജിക്കലായിട്ട് രൂപപ്പെടുത്തിയില്ലെങ്കിലും അതിന് പ്രായോഗികമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഇൻസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ രാമാനന്ദ സാഗറിൻ്റെ സീരിയലുകൾ. ഇന്ത്യയിൽ ഒട്ടുക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ ഒരുപോലെ കണ്ടതാണ്. എനിക്ക് അതിനുശേഷം വന്ന പ്രധാനപ്പെട്ട മറ്റൊരു സീരിയലാണ് ഈ ശ്രീകൃഷ്ണൻ്റെ ഒരു സീരിയൽ. അത് കഴിഞ്ഞ് ഓം നമ ശിവായ, ഈ സീരിയലുകൾ. ഈ ഓം നമ ശിവായ കാണുമ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലൊക്കെ ടി വി എത്തി. അപ്പോഴത്തേക്കും ഒരു 90കളുടെ അവസാനം 2000 ആയി തുടങ്ങി ഓം നമ ശിവായ ഒക്കെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ തറവാട്ടിൽ ടി വി വന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓർക്കുന്നത്, തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ ടെലിവിഷൻ കാണാനായിട്ട് ഈ നമശിവായ പ്രോഗ്രാം കാണാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവരെ വീട്ടിൽ കാണാൻ പറ്റില്ല എന്നാണ്. അതിന് കാരണം പറഞ്ഞത് അവരുടെ വീട്ടിൽ അവരുടെ മരുമകളോ ആരോ ഒരാൾ മെൻസ്ട്രുവേറ്റ് ചെയ്തു, അത് കാരണം അവരന്ന് ടി വി വെക്കില്ല എന്നാണ്. അപ്പോഴത്തേക്കും ടെലിവിഷൻ സീരിയലുകളുടെ ഈ പറഞ്ഞ സാധാരണഗതിയിൽ ഒരു കലാസ്വാദന നിലയ്ക്കുള്ള ആസ്വാദന തലത്തിൽ നിന്ന് അത് വേറൊരു സ്പിരിച്വൽ ലെവലിലേക്കും ഭയങ്കരമായ ഒരു അനുഷ്ഠാനമായിട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല, വളരെ വളരെ ക്രമേണയായിട്ടുള്ള പടിപടിയായിട്ടുള്ള വ്യാപനമാണ്. അതിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ വലിയ തരത്തിൽ കൈയയച്ച് ഈ സാംസ്കാരിക ഏകോപനത്തിന് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം തുടങ്ങുന്നതല്ല, ഈ സാംസ്കാരിക ഏകോപനത്തിനുള്ള ശ്രമം വളരെ വളരെ മുമ്പ് ആരംഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ജ്യോതിർമയി ശർമ്മയുടെ ഹിന്ദുത്വം എന്ന പേരിൽ DC ബുക്സ് ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. അതിനകത്ത് പറയുന്ന കാര്യം, 4 പ്രത്യേകമായ സ്പിരിച്വൽ ലീഡേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഹിന്ദു ആ ഒരു പരികൽപ്പനയിൽ വരുന്ന 4, അതിൽ വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, അരബിന്ദോ, ഒരാൾ കൂടിയുണ്ട്. ഇങ്ങനെ 4 പേര് ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൾച്ചറൽ ഏകീകരണമുണ്ട്, ഈ സാംസ്കാരിക ഏകീകരണം. ഈ സാംസ്കാരിക ഏകീകരണം വളരെ അനിവാര്യമായിരുന്നു ഇതിനെ പൊളിറ്റിക്കലായിട്ട് മൊബിലൈസ് ചെയ്യാൻ. ഇതിൻ്റെ പങ്കുപറ്റിയാണ് വളരെ പെട്ടെന്ന് തന്നെ 1925 RSS രൂപീകരിക്കുകയും ദീനദയാൽ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ പിന്നീട് അത് മറ്റൊരു ജനസംഘം എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു സംഘടനയായിട്ട് മാറുകയും അതിനെ തുടർന്ന് അതിൻ്റെ ചുവട് പിടിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ, ഇതിൻ്റെ പിറകിലൊക്കെ ഒരു ബ്രാഹ്മണിക്കൽ അജണ്ട ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഈ സ്ത്രീ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ കാണാൻ വന്നിട്ട് അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ടെലിവിഷൻ ഓൺ ചെയ്ത ഉടനെ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കേണ്ടതെന്നാണ്. ടെലിവിഷൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം ഇത് കാണാനെന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പറഞ്ഞ സാധാരണഗതിയിലുള്ള ഒരു വലിയ ഒരു വെറും പിന്നെ രൂപം എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ തരത്തിലൊരു പൊളിറ്റിക്കൽ ഒരു സ്പിരിച്വൽ മൈലേജ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സ്പിരിച്വൽ മൈലേജിനെയാണ് പൊളിറ്റിക്കലായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തിയത്. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് പിന്നെ 90കളുടെ അവസാനം 2000 ആകുമ്പോഴത്തേക്ക്, അതായത് 92 ബാബറി മസ്ജിദ് ധ്വംസനം നടക്കുന്നു. അതിനുശേഷം ഇന്ത്യയിൽ കൃത്യമായ പിന്നെ വിഭജനം നടക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയുടെ സാംസ്കാരിക സ്വത്വത്തെ അംഗീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും, രണ്ട് ബൈനറികളെ വളരെ കൃത്യമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അതിനുശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ പിന്നെ എന്താണ് ബാബറി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം രണ്ടാമത്തെ ഒരു ഫേസ് ആരംഭിക്കുന്നത് വേറൊരു തലത്തിൽ കൂടി ഒരു സ്പിരിച്വലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് അത്ര പ്രകടമായിട്ട് കാണാൻ കഴിയുമായിരുന്നില്ലെങ്കിലും ചെറിയ ചെറിയ സൂചനകൾ അന്ന് തന്നെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ സമൂഹങ്ങളിലെയും നമ്മുടെയൊക്കെ പോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെയും സ്ത്രീകളുടെ മൊബിലൈസേഷനാണ്. അമ്പലങ്ങൾ വളരെ കുറച്ചുകൂടി സജീവമായി, അവിടെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ അതിലൊന്ന് ഭാഗവതം സപ്താഹം വായന പോലുള്ള ഇതായിരുന്നു. സപ്താഹം പരിപാടികളാണ്. ഇതിൽ വലിയ തരത്തിലുള്ള മൊബിലൈസേഷനാണ്. ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പിന്നെ എന്താണ് വെറും വായനയിൽ നിന്ന് അത് കുറച്ചുകൂടി പ്രകടമായ ഒരു റിച്വലുകളായിട്ട് അനുഷ്ഠാനങ്ങളിലേക്ക് അത് മാറി. കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് രുക്മിണി സ്വയംവരം ആണ്. ഈ ഭാഗവതം സപ്താഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം രുക്മിണി സ്വയംവരം അതിൻ്റെ ആ ഒരു ഘട്ടം എത്തുമ്പോൾ സ്ത്രീകൾ മുഴുവൻ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രൊസഷനായിട്ട്, ഒരു ജാഥയായിട്ട് റോട്ടിലൂടെ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൂടെ നടക്കുക. അതിന് പ്രത്യേകമായ വാദ്യഘോഷങ്ങളുണ്ടാവും, പൂജാരി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ നോക്കൂ, ഇതൊരു വെറും ഒരു പുസ്തകം വായിക്കുകയും അതിലെ സംഭവങ്ങൾ, കഥകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇതൊരു മൊബിലൈസേഷനാണ്. ഈ മൊബിലൈസേഷൻ്റെ ഏറ്റവും ശക്തവും ഏറ്റവും വളരെ വയലൻ്റ് ആയിട്ടുള്ള ആവിഷ്കാരമാണ് നാമജപഘോഷയാത്രയായിട്ട് ശബരിമല സംഭവത്തിന് ശേഷം കണ്ടത്. അതിന് വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായ ഒരു ആഹ്വാനത്തോടു കൂടി തന്നെ ഇത്രയധികം സ്ത്രീകളെ പുറത്തിറക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്ന ഹിന്ദുത്വം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് ഹിന്ദു കടന്നു വരുന്നതിൻ്റെ പ്രകടമായ സൂചന. ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവർ ആ പാളയത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ എനിക്ക് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പോലും, ഞാനിങ്ങനെ ചെറുതായിട്ട് അവരുമായിട്ട് സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചില പിന്നെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നതിനിടയ്ക്ക് അവർ പോലും പറയുകയുണ്ടായി, എന്തൊക്കെ പറഞ്ഞാലും BJP ഒരു നല്ല ഗവൺമെൻറ്റാണ്, കോൺഗ്രസ്സുകാരുടെ അത്ര മോശമൊന്നുമല്ല എന്നാണ് കുറേ നല്ല പദ്ധതികൾ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് നല്ല പദ്ധതി? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും നല്ലതാണെന്നാണ്. അതായത് ഒരു ജനറൽ ആക്സെപ്റ്റൻസ്, ഒരു പൊതു സ്വീകാര്യത നിർമ്മിച്ചെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതൊരു സ്പെസിമനായിട്ട് ഞാൻ പറഞ്ഞതാണ്. അവർ ചിലപ്പം തിരുത്തുമായിരിക്കും, പക്ഷേ ഇതൊരു പൊതു മനോഭാവമായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ റീപ്പിംഗ് മാത്രമേ ഉള്ളൂ, ഇത് കൊയ്തെടുക്കുക വേണ്ടി മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് പഴുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിനുപയോഗിച്ച ടൂളുകളൊക്കെ, ഒന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ അന്ന് കുറേ മുമ്പായിരുന്നെങ്കിൽ കഥാപ്രസംഗമോ നാടകമോ ഒക്കെ ആയിരുന്നിരിക്കാം. അത് ഇലക്ട്രോണിക് മീഡിയയിലേക്ക് മാറിയപ്പോൾ വളരെ കൃത്യമായിട്ട് ടെലിവിഷൻ സീരിയലിലൂടെ കൊണ്ടുവന്നു. അതിൻ്റെ മൊബിലൈസേഷനായിട്ടാണ് ഈ പറഞ്ഞ പോലെ പ്രകടനങ്ങൾ നടക്കാൻ തുടങ്ങി. ആളുകളെ പുറത്തിറക്കണം. ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ച വേറൊരു കാര്യം കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഈ ആത്മീയ നേതാക്കൾ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘടനയാണ്, സംവിധാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ആ ഗ്രൂപ്പിനകത്ത് പോലും നമ്മൾ കുറച്ചുകൂടി പ്രോഗ്രസീവാണെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളിൽ പോലും ഇപ്പോൾ അമൃതാനന്ദമായി ഒരു കമൻറ്റ് പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനോ അതിനെ എതിർക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ മുതിരുന്നതിന് പകരം നമ്മൾ ചെറിയ തരത്തിൽ ഒരു എന്താ പറയുക, കുറച്ചുകൂടി സഹതാപപൂർവമായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് വെക്കുന്നത്. എന്താണ്, അമൃതാനന്ദമയി ഒന്നും ഇങ്ങനത്തെ പരിപാടിക്ക് വരരുത് കേട്ടോ എന്നാണ്. അതായത് അവരെ നമ്മൾ ചാലഞ്ച് ചെയ്യുകയോ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയോ കൃത്യമായിട്ട് വിമർശിക്കുകയോ ചെയ്യുന്നതിന് പകരം റിക്വസ്റ്റ്, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ അങ്ങനെ വരേണ്ട ആൾക്കാരല്ല എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി ഉന്നതരാണ്, നമ്മളിതുപോലുള്ള സാധാരണ ആൾക്കാരുടെ പോലുള്ള മീനായിട്ടുള്ള രാഷ്ട്രീയത്തിലൊന്നും ഇടപെടേണ്ട ആൾക്കാരല്ല, നിങ്ങൾ വളരെ ഉന്നതരാണ്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിക്ക് വലിയ ഒരു പ്ലേസ്, ഒരു പൊസിഷൻ നമ്മൾ നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് സായിബാബ
ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം സമീപകാലത്ത് പണ്ഡിറ്റ് ശ്രീ ശ്രീ രവിശങ്കർ, ബാബ രാംദേവ് തുടങ്ങിയ ആളുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നതിന് പകരം അവരെ വേറൊരു തരത്തിൽ ഒരു റെക്കഗ്നീഷൻ അവർക്ക് കൊടുത്തുകൊണ്ട് വേറൊരു തരത്തിൽ അവർ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ എന്തൊക്കെയോ തരത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവരെ റിജക്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ നിർത്തി. ഇത് എപ്പോഴാണ് സംഭവിച്ചത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയത്? അതായത് നമ്മളിങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വലിയ കൊള്ളക്കാർ, അതായത് ഈ ഹാജി മസ്താൻ അങ്ങനത്തെ ഒക്കെ പോലുള്ള വലിയ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള വലിയ കൊള്ളക്കാർ ചെയ്യുന്നതിൻ്റെ വേറൊരു സാധനം മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. അവരോട് എടുക്കുന്ന സമീപനത്തിന് പകരം ഇവിടെ വേറെ രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ പറഞ്ഞ ആത്മീയ നേതാക്കന്മാർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു പൊളിറ്റിക്കൽ എൻട്രി അതിൻ്റെ ഉയർച്ചയിലല്ല, ഇപ്പോൾ ഒരു താഴ്ചയിൽ ഒരു ഇറക്കത്തിലൂടെ അതിവേഗത സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലൈംബ് കഴിഞ്ഞു. ക്ലൈംബിൻ്റെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അടിയിൽ നിന്ന് പോയിട്ട് പിടിച്ച് വലിക്കാമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നിർത്താൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കത്തിലൂടെ ഇത് വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ അത് എവിടെയെങ്കിലും പോയിട്ട് ക്രാഷ് ലാൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ളൊരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ തടയണം. ആ ഫോഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഈ പറഞ്ഞ റിനൈസൻസിനെ തിരിച്ചുപിടിക്കുക, നവോത്ഥാനത്തെ തിരിച്ചുപിടിച്ചുകൊണ്ട് നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച സജീവമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അത് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നവോത്ഥാനത്തിൻ്റെ ചില ബിംബങ്ങളെയൊക്കെ അകത്തുനിന്ന് പോലും ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഇത്തരം പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാകേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമീപകാലത്ത് രാംനാഥ് കോവിന്ദ് പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിയുടെ കൂടെ ദീനദയാൽ ഉപാധ്യായ എന്ന RSS നേതാവിനെ, ജനസംഘ നേതാവിനെ കൂട്ടിച്ചേർത്ത് സംസാരിക്കുകയുണ്ടായി. ഗവൺമെൻറ് എല്ലാ പദ്ധതികളും ദീനദയാൽ ഉപാധ്യായ പേരിലാണ് മോദി ഗവൺമെൻറ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ദീനദയാൽ ഉപാധ്യായയുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ആർക്കും യാതൊരു തരത്തിലുള്ള ഒരു നിലപാടുമില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മളതൊക്കെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളിപ്പോൾ കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷം 2018 കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ യോഗ ദിനം ആചരിക്കുന്നതിനെക്കുറിച്ചും യോഗ നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ചും ഒരു സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടായപ്പോഴാണ് ആ സർക്കുലർ പിൻവലിക്കുകയോ തൽക്കാലം നടപ്പിലാക്കേണ്ടോ എന്നുള്ള ഒരു മൗനം, അതായത് എതിർ ഒരു എതിർ സർക്കുലർ ഇറക്കാതെ തന്നെ അത് മരവിപ്പിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം. അതിന് ഈ വർഷം ഇപ്പോൾ പഞ്ചായത്തുകൾ തോറും നടപ്പിലാക്കുന്ന ഇപ്പോൾ ഒരു പദ്ധതിയാണ് സൗജന്യ യോഗ ക്ലാസുകൾ. അതിനുവേണ്ടി ഫണ്ട് നീക്കിവെക്കുന്നു, ഇത് നടപ്പിലാക്കുന്നു. അപ്പോൾ നമ്മൾ അത് ഒരു വശത്ത് നടക്കുകയാണ്, നമ്മളിപ്പോൾ ഈ പ്രോഗ്രസീവ് ഗവൺമെൻറ് ഭാഗത്ത് നടക്കുന്നത്. എന്നാൽ കൾച്ചറലായിട്ട് നോക്കുകയാണെങ്കിലോ നിങ്ങൾ നോക്കൂ, ഈ ദീൻദയാൽ ഉപാധ്യായയുടെ തന്നെ വാക്കുകളെടുത്ത് പറഞ്ഞാൽ മനുസ്മൃതിയെയൊക്കെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സ് എന്ന് പറയുന്നത് വൈദേശികമായ തത്വപദ്ധതികളാണെന്നും ഇന്ത്യക്ക് തനതായ ഒരു ഭരണ പദ്ധതി ഉണ്ടെന്നും അത് മനുസ്മൃതിയാണെന്നും അതിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ദീനദയാൽ ഉപാധ്യായ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ച, പ്രത്യേകമായിട്ട് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച സംവരണവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഈ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കകത്ത് പോലും നമ്മൾ നോക്കൂ, ഒരു പ്രോഗ്രസീവ് ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ നോക്കൂ. അതിനെ ഈ പറഞ്ഞ സംവരണത്തിൻ്റെ ആന്തരികമായ അതിൻ്റെ ആശയത്തെ നിരസിക്കും വിധത്തിലുള്ള നിലപാടുകളായിരുന്നു നമ്മുടെ ഗവൺമെൻറ്, പ്രാദേശിക ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തത്. പക്ഷേ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ വിധി വരുന്നതിന് മുമ്പ് തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള നിയമനത്തിൽ നമ്മൾ സംവരണ തത്വം പാലിക്കാൻ വേണ്ടി, അല്ല അതിൻ്റെ 3 അടരുകളിലും അത് പാലിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തു, നല്ല കാര്യം. പക്ഷെ അപ്പോൾ പോലും കൾച്ചറലി നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ യുക്തിവാദി സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും വളരെ പരസ്യമായിട്ട് ഇതിൻ്റെ ആശയത്തെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യാതൊരു ലോജിക്കുമില്ലാതെ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത കാലത്തും അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എൻട്രി ഓഫ് ഹിന്ദു അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ ബ്രാഹ്മണ മതത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഏതാണ്ടൊരു പൂർണ്ണമായ അവസ്ഥയിലാണ് എന്ന് കാണാൻ പറ്റും.
അതായത് സാംസ്കാരികമായി, രാഷ്ട്രീയമായി ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഭരണ സംവിധാനത്തിലടക്കം ഇത് നുഴഞ്ഞു കയറി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നാണ്. ഈ പ്രതിരോധത്തിന് നമ്മൾ എടുക്കേണ്ട ടൂളുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു മാർഗം. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ എന്താ പറയുക, രാഷ്ട്രീയത്തെ നമ്മൾ ഈ പറയുന്ന തരത്തിൽ പിന്നെ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ച എന്നതിനപ്പുറത്തേക്ക് സമഗ്രമായ ജീവിതത്തെയും നമ്മുടെ സമൂഹത്തെയും മുഴുവനായും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അത് കാണണമെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ അജണ്ട. അതായത് ഇപ്പോൾ നമ്മളൊരു കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ, നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ, അത് ഉപ്പായാലും പഞ്ചസാരയായാലും മരുന്നായാലും മറ്റെന്തായാലും അതൊക്കെ പൊളിറ്റിക്കലാണ്. അതിൻ്റെ പ്രൈസ് ഫിക്സിങ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും വില തീരുമാനിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് വേണം? നമ്മുടെ ഉപഭോഗത്തെ രാഷ്ട്രീയമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണത് ഉപഭോഗത്തെ രാഷ്ട്രീയമാക്കി മാറ്റുക? അതായത് നിങ്ങൾ ഇപ്പം പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്വതന്ത്ര ചിന്തകരെന്ന നിലയ്ക്ക് നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനെയും ചാലഞ്ച് ചെയ്യുക, എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. നമുക്ക് പ്രൈസിനെയും ചാലഞ്ച് ചെയ്യാം. ഇപ്പോൾ പോലും പ്രൈസിനെ ചാലഞ്ച് ചെയ്യാറില്ല. കാരണം എക്കോണമിയുടെ സംവിധാനത്തെ ചാലഞ്ച് ചെയ്യാറില്ല. എക്കോണമി പൊളിറ്റിക്കലി തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ BSNL ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് BSNL. BSNL പ്രവർത്തനം അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി BSNLൻ്റെ മാനേജർമാർക്ക് കത്തയച്ചു കഴിഞ്ഞു. ഫൈനലാണ്, ഇനി അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മളിതുവരെ ഈ കാര്യം നമ്മൾ സൊസൈറ്റിക്കകത്ത് ചർച്ച ചെയ്യാറില്ല. അതൊരു വിഷയമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ അതൊരു വലിയ ഭീകരമായ വിഷയമായി മാറാൻ പോവുകയാണ്. 2, നമ്മുടെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കറിക്കുലം തീരുമാനിക്കുന്നത് ആരാണ്? എങ്ങനെയാണ് അജണ്ടകൾ തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിക്കകത്ത് നുഴഞ്ഞു കയറുന്നത്? വളരെ ദുർബലമായ പ്രതിരോധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപൂർവമായി യൂണിവേഴ്സിറ്റികൾ മാത്രമൊക്കെയാണ് അതിൻ്റെ ചർച്ച നടക്കുന്നത്. മറ്റുള്ളിടങ്ങളിലൊന്നും ചർച്ചയേ ഇല്ല. പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമി, നമ്മുടെ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു രാജ്യത്തെ നമ്മുടേതുപോലുള്ള സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ റിഫോർമേറ്റീവ് പ്രോസസ്സാണ്. ഈ നമ്മൾ ശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഈ നവോത്ഥാനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളും സാമൂഹികമായ കാര്യങ്ങളെ പറ്റിയാണ് പറയാറുള്ളത്. എന്നാൽ സയൻസാണ് നമ്മുടെ ഈ പറഞ്ഞ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. സയൻസിൻ്റെ പ്രത്യേകത, അതൊരു ഫിലോസഫിക്കലായിട്ടുള്ള സംഗതിയല്ല, അതൊരു പ്രാക്ടിക്കൽ പ്രോസസ്സാണ്. ശാസ്ത്രം ഒരു പ്രായോഗിക പദ്ധതിയാണ്, ഒരു പ്രക്രിയയാണ്. അങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ പ്രായോഗിക പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംവാദങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പ്രധാനമായിട്ടും ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള 1-2 കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാം. ഒന്ന്, നമ്മുടെ ശാസ്ത്ര കോൺഗ്രസ്സുകൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പുതിയ ഗുജറാത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്ന ഔഷധങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം, ചാണകത്തെക്കുറിച്ചുള്ള ഗവേഷണം, ഇതിനൊക്കെ വേണ്ടി ഫണ്ട് നീക്കി വയ്ക്കുകയും പ്രത്യേകമായിട്ടുള്ള വിദഗ്ധരുടെ കമ്മിറ്റി ഞാൻ പറയുമ്പോൾ ഇത് നമ്മൾ ആശയത്തിലല്ല, അത് പ്രായോഗികമായി നടപ്പിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രത്യേകമായ കമ്മിറ്റി രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന അങ്ങനെയല്ല. മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നത്, ഇപ്പോൾ പശുവിനെ പറ്റിയാണ് അവരുടെ ഗവേഷണമെങ്കിൽ, ഇപ്പോൾ റോബോട്ടിക്സ്, അതായത് മനുഷ്യ സ്പർശമില്ലാത്ത പാല് പശുവിൻ്റെ അകടിൽ നിന്ന് നേരെ പാക്കറ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള ഓട്ടോമേറ്റഡ് തൊഴുത്തുകളാണ് അവിടുത്തെ ഗവേഷണം. നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുന്നത് വേറെ നേരെ തിരിച്ചാണ്. അതായത് ഈ പശുവിനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമായിട്ട് കാണുകയും അതിനെ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്കോണമി, നമ്മുടെ പൊളിറ്റിക്സ്, അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ പോലും ഈ തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എക്കോണമിയിൽ ഇടപെടണം. എക്കോണമിയിൽ ഇടപെടുന്നത് നമ്മുടെ ഉപഭോഗത്തിൽ ഇടപെടണം. എങ്ങനെയാണ് ഉപഭോഗത്തിൽ ഇടപെടുക എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ രീതിയിൽ ഒരു
കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകളുടെ വിലനിർണ്ണയത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ആ സൊസൈറ്റിക്ക് അകത്ത് നടക്കുകയും അതിനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലേക്ക് ഒരു സമൂഹത്തെ തയ്യാറാക്കുകയും വേണം. ആ ഒരു രീതിയിലേക്ക് എനിക്ക് തോന്നുന്നില്ല സ്വതന്ത്ര ചിന്തകർക്കിടയിൽ പോലും ഈ എക്കോണമിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരിടത്തും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ പോലും രാഷ്ട്രീയത്തെ പറ്റിയും കൾച്ചറിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എക്കോണമിയെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നാണ്. നമ്മൾ സയൻസിനെ പറ്റി പറയുന്ന അതേ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ എക്കോണമിയെ പറ്റി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ദേശീയ ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള വേറൊരു സംഭവം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ദേശീയവാദികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഭരിക്കുമ്പോൾ ഇന്നത്തെ ഈ കാശ്മീരിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ കുറേ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം 2014 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഈ കാശ്മീർ ഏരിയയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള അട്രോസിറ്റീസിനെ കുറിച്ചും കലാമിറ്റികളെ യുദ്ധങ്ങളെ എൻകൗണ്ടറുകളെ കുറിച്ചുമുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ കഴിഞ്ഞ നമ്മുടെ ഈ കാശ്മീർ ഇഷ്യൂ വളരെ ലൈവായിട്ട് നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടായ ഒരു കാലയളവ്. ഒരു മാസം 28 എൻകൗണ്ടറുകൾ, ആവറേജ് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 2014 മുതൽ 2018 വരെയുള്ള കാലഘട്ടം. 2014 ഈ പറഞ്ഞ പുതിയ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. 2018 വരെയുള്ള കാര്യങ്ങൾ ആവറേജ് 28 എൻകൗണ്ടറുകൾ നടന്നു എന്നുള്ളതാണ് ഇന്ത്യ ടുഡേയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ. ഇത് പത്രങ്ങളുടെ കണക്കല്ല, ലോക്സഭയിൽ ഡിഫൻസ് മിനിസ്ട്രി സമർപ്പിച്ച കണക്കാണ്. ആർക്കും അത് ലഭ്യമാണ്. ഒരു മാസം 28 എൻകൗണ്ടർ, ആകെ 30 ദിവസമുള്ള ഒരു മാസം 28 എൻകൗണ്ടറുകൾ ഒരു മാസം നടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രമാണ് അവിടുത്തെ കലുഷിതമാണ് അവിടുത്തെ അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ഒരിക്കൽ പോലും നമ്മൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാവുകയാണ്, നമ്മുടെ ഗവൺമെൻറ് ഈ പറഞ്ഞ രാഷ്ട്രീയമായ ഇടപെടലുകളെക്കുറിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ നമ്മൾ നിർത്തി. നമ്മൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയാണ് നമ്മളുടെ ഈ പറഞ്ഞ ലാക്കിങ്, നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാതെ ഉപരിപ്ലവമോ അല്ലെങ്കിൽ വെറും ആശയതലത്തിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി മാത്രം നമ്മൾ സംസാരിച്ചുകൊണ്ട് സമയം കളയുകയാണ് ചെയ്യാറ്. പ്രായോഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്ന, നമ്മൾ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാനുള്ള രണ്ടാമത്തെ മാർഗം. മറ്റൊന്ന്, ഈ പറഞ്ഞ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ മീഡിയ വഴി പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം പുറത്തുവിട്ട റാഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഗോവ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പരീക്കർ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അവരുടെ മിനിസ്ട്രി പ്രധാനമന്ത്രിയുടെ PMOയുടെ ഓഫീസിലേക്ക് ഒരു കത്തയക്കുകയാണ്. എന്താണ് കത്തിലെ കാര്യം? നമ്മുടെ റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിലെ ദസാൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിഫൻസ് ഓഫീസ് നടത്തുന്ന റാഫേൽ യുദ്ധവിമാന പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്ങിൽ അനാവശ്യമായ ഇടപെടലുകൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് നടത്തുന്നു. ഇത് നമ്മുടെ ബാർഗെയിനിങ് സ്ട്രാറ്റജിയെ ദുർബലപ്പെടുത്തും എന്ന് തന്നെയുള്ള വാചകങ്ങളാണ് ആ കത്തിലുണ്ടായിരുന്നത്. ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. അതായത് അനർഹമായ അല്ലെങ്കിൽ അനാവശ്യമായ ഇടപെടൽ നടക്കുന്നുവെന്ന് ഒരു മിനിസ്ട്രി തന്നെ, ഒരു ഗവൺമെൻറ് അകത്ത് തന്നെയുള്ള ആൾക്കാർ പറയുകയാണ്. അത് ഇതുവരെ മിനിസ്റ്റർ നിഷേധിച്ചിട്ടില്ല. ഈ കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കരാറിലെ എല്ലാവിധ പ്രശ്നങ്ങളും തുറന്ന് പറഞ്ഞ ഒരു പത്രം ബാക്കിയുള്ള മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തില്ല. സോ വീണ്ടും നമ്മൾ പറയുകയാണ്, പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മീഡിയയിലൂടെയാണ്. ഈ മീഡിയയിലേക്ക് എത്രമാത്രം നമുക്ക് ആക്സസ് ഉണ്ട്, എത്രമാത്രം ഇങ്ങനെ പ്രോഗ്രസീവ് തിങ്കിങ് നടത്തുന്ന ആളുകൾക്ക് ആക്സസ് ഉണ്ട്, അവിടെ ഇത് എപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രായോഗികമായി നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുകയും എന്നാൽ ഉപരിപ്ലവമായ ചർച്ചകൾ അല്ലെങ്കിൽ ഉപരിപ്ലവമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തുന്നുള്ളതാണ്.
ഇപ്പം ഈ ശബരിമല വിഷയം തന്നെ എടുക്കുക. അതൊരു വിമൻസ് റൈറ്റ്, ഒരു സ്ത്രീകളുടെ അവകാശം എന്ന വിഷയത്തിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ അതൊരു വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് ചർച്ച ചെയ്തു പോയി എന്നുള്ളതാണ്. ആ വിഷയത്തിൽ, അതായത് ശബരിമല വിഷയത്തിൽ പങ്കെടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് പ്രവേശിച്ച ആളുകൾ പോലും വളരെ അപൂർവമായി മാത്രമേ, അല്ലെങ്കിൽ അവർ പോലും നേരിട്ട് ഇത് മനുഷ്യാവകാശത്തെക്കുറിച്ചോ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചോ പറയുന്നതിനേക്കാൾ കൂടുതൽ, എന്നാൽ അതോടൊപ്പം തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ്. അപ്പോൾ പ്രധാനമായിട്ട് അതിൽ പങ്കെടുത്ത ഇപ്പോഴും അധിക്ഷേപങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പരിചയമുള്ള ലിബി CS ഒക്കെ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പോകുന്നു എന്ന നിലയ്ക്കാണ് അവർ പറഞ്ഞത്. സ്ത്രീകൾക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്, സ്ത്രീകൾക്ക് പോകണമെന്ന്. അതൊരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ അതൊരു സ്പിരിച്വൽ ഇഷ്യൂ ആയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ദുരന്തം. അതുകൊണ്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളൊരു പ്രശ്നം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിലാണ് ഈ സംഗതി അവരുപയോഗപ്പെടുത്തിയത്. അപ്പോൾ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ നമ്മൾ നേരിടാൻ മടിക്കുകയോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്തതുകൊണ്ട് സംഭവിച്ചൊരു ദുരന്തമാണ് ഇപ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഈ പ്രത്യയശാസ്ത്രം നമ്മുടെ സമസ്ത മേഖലകളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഈ അവതരണത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങളോട് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളോടും നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മറുപടി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ അനുഭവങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹലോ, നമസ്കാരം. സാർ പറഞ്ഞ നേരത്തെ TV-യിൽ ഒരു 10-25 എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് രാമായണം മഹാഭാരതമൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളത്, അതെങ്ങനെയാണ് വിലയിരുത്തിയത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതായത് എങ്ങനെയാണ് അത് വിലയിരുത്തപ്പെട്ടത്? ഇതിങ്ങനെയാണ്, ഇതിന് വ്യക്തമായിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ഈ ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഇപ്പം രാമായണത്തിനായാലും മഹാഭാരതത്തിന് അത്രയില്ല, പക്ഷേ രാമായണത്തിന് പ്രാദേശിക ഭാഷ്യങ്ങളുണ്ട്. ഒരു മതാധിഷ്ഠിതമായൊരു ദേശീയത നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ സാംസ്കാരിക ഏകീകരണമാണ്. ഈ സാംസ്കാരിക ഏകീകരണത്തിന് തടസ്സം നിൽക്കുന്നത് ഈ പറഞ്ഞ വൈവിധ്യങ്ങളാണ്, ഡൈവേഴ്സിറ്റികളാണ്. ഈ ഡൈവേഴ്സിറ്റികളെ തമസ്കരിക്കുകയോ ഡൈവേഴ്സിറ്റികളെ ദുർബലപ്പെടുത്തുകയോ ചെയ്യുക എന്നുള്ളതാണ് ഒരു മതരാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുള്ള ടൂളായിട്ടാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത്. അതൊരു ഇപ്പം സാധാരണഗതിയിൽ സീരിയലുകളൊക്കെ സോപ്പ് ഓപ്പറകൾ എന്നാണ് പറയുക. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സീരിയൽ നമ്മളെ കാണിക്കുക എന്നുള്ളതല്ല, കൊമേഴ്ഷ്യലായിട്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം, ലോകത്തൊരു രാജ്യങ്ങളിലും അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ കേരളത്തിൽ തന്നെയാണ് തോന്നുന്നു ക്രിസ്തുവിനെ സംബന്ധിച്ച സീരിയൽ വന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ച സീരിയൽ അതിന് ശേഷമാണ് വരുന്നത്. അതായത് രാമാനന്ദ സാഗറിൻ്റെ രാമായണവും മഹാഭാരതത്തിന് ശേഷമാണ് വരുന്നത്. പിന്നെ രാമനെ ഒരു ഐഡലാക്കി ഉയർത്തിക്കാട്ടുകയും ഇതിന് ലക്ഷ്യമായിരുന്നു. ഇത് നമുക്ക് പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ടായിരുന്ന വിഷയമായിരുന്നു AK രാമാനുജൻ്റെ 300 രാമായണാസ് എന്ന് പറഞ്ഞ പുസ്തകം. അത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും തടയുകയും അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ സാംസ്കാരിക വൈവിധ്യങ്ങളെ അതായത് ഈ ബഹുസ്വരതയെ പൂർണ്ണമായിട്ട് തമസ്കരിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ഒരു ഏകീകൃതമായ കൾച്ചറൽ എൻറ്റിറ്റി, ഒരു സാംസ്കാരിക സ്വത്വം, ഏകീകൃതമായ സ്വത്വം നിർമ്മിക്കുന്നതിന് വേണ്ടി ആണ് ഈ പറഞ്ഞ സീരിയലുകൾ അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന് വേണം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ. അതത്ര നിഷ്കളങ്കമായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ നമ്മൾ ഈ കുടുംബ ഗ്രൂപ്പുകളിലുള്ള ചർച്ചകളിലൊക്കെ ഇങ്ങനെ ഹിന്ദു മതത്തിൻ്റെ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ മറ്റു മതങ്ങളെ പൊതുവെ ഉള്ളൊരു ഇതാണ്, മറ്റു മതങ്ങൾ എന്താ വിമർശിക്കാത്തത്, അത് പൊതുവെ അവർ പറയുന്നൊരു ഇതാണ്. നമ്മൾ എന്തിടുമ്പോഴും ആ രീതിയിലാണ് പൊതുവെ. അപ്പം എന്താ വെച്ചാൽ അതുമല്ല, അവർ വരുന്ന രീതികൾ വളരെ
റിജിഡായിട്ട് കുറേ അത് പല ഭാഗത്തുനിന്ന് പല സാധനങ്ങളൊക്കെയാണ് വരിക. നമ്മൾ വേറൊരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോഴും പൊതു സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവർ തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഐക്യം പലപ്പോഴും കാണുന്നുണ്ട്. മീൻസ് ഒരു മൊത്തത്തിലൊരു ഐക്യം കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് പൊതുവെ അവർ എപ്പോഴും കൗണ്ടർ ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലായാലും എല്ലായിടത്തായാലും കൂടുതൽ പൊളിറ്റിക്സിൽ ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് പലപ്പോൾ തോന്നുന്നത് ഹിന്ദു പൊളിറ്റിക്സ് തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും ഇവിടെ പറഞ്ഞ പോലെ അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു ഇഷ്യൂ വരുന്നത്. അതിൻ്റെ ഒരു ശീലം. പിന്നൊന്ന് ഇപ്പോൾ ശബരിമല ഇഷ്യൂ കഴിയപ്പോൾ അന്ന് ഇപ്പോൾ പുരോഗമനത്തിൻ്റെ ഇതിൽ പൊതുവെ ചർച്ച ചെയ്ത് സുനിൽ മാസ്റ്ററെ കുറേ ഇതാണ്. മുപ്പരാൾ കുറച്ചൊരു ഭാരത്തൊക്കെ അതിനെ തന്നെ വേറെ രീതിയിൽ കാണാനാണ് ശ്രമിക്കുന്നത്. സണ്ണി കപ്പിക്കാരനെ പോലെ അടച്ചിതാക്കാനല്ല, പക്ഷെ അതിനാണ് കൂടുതൽ പബ്ലിക് ഇത് കിട്ടുന്നത്. ഇപ്പോൾ സണ്ണി കപ്പിക്കാരൻ്റെ ഞാൻ എങ്ങനെ അതിന് ഒരു ലേക്ക് കിട്ടിയായി, മറ്റേതാണെങ്കിൽ കൂടുതൽ. അപ്പോൾ അങ്ങനത്തത് പക്ഷേ ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ചൊല്ലും. സുനിലിൻ്റെ ആണോ സണ്ണിയുടെ ആണോ കൂടുതൽ ഗുണം ചെയ്യാന്നുള്ളതാണ് എനിക്ക് അതെന്താ തോന്നിയിട്ട് വെച്ചാൽ ഇപ്പം സുനിൽ പിള്ളയിടത്തിൻ്റെ നമ്മളങ്ങനെ അവരെയൊന്നും വിമർശിക്കാൻ മാത്രമുള്ള പിന്നെ ആഴമുള്ള വായന നടത്തിയിട്ടുള്ള ആളാണെന്ന അഭിപ്രായം എനിക്കില്ല. എങ്കിലും ഒരു സാധാരണക്കാരൻ നിലയ്ക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സുനിൽ പിള്ളയിടം ചെയ്യുന്ന ഒരു പ്രവൃത്തി വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ബാലേന്ദ്രകാട് പറഞ്ഞ ഈ അയോധ്യ എന്നുള്ള വിഷയം, അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു തർക്കമുണ്ടാകുന്നത്, അയോധ്യ ഒരു സാങ്കല്പിക പ്രദേശമാണ്, ആ പ്രദേശത്തിൻ്റെ പേരിൽ ഒരു റിയൽ സ്ഥലം ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് ഒരു ദുരന്തം. അതിൽ അവിടെ രാമൻ ജനിച്ചിട്ടുമില്ല, രാമൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തെവിടെയും അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടാകാം സാങ്കല്പികമായി. ഇപ്പം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ ഖസാക്ക് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ തസറാക്ക് എന്ന് പറഞ്ഞാൽ ആരോപിക്കുകയാണ്. കാരണം ആ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയോ ചില എലമെൻറ്റുകൾ, ചില കഥാപാത്രങ്ങൾ അവിടെ ഉണ്ടെന്ന്. ഒരിക്കലും ആ കഥാപാത്രങ്ങൾ മുഴുവനായിട്ട് ഉണ്ടായിട്ടില്ല. അതിന് ഏതൊക്കെയോ സൂചനകൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നത് മാത്രമാണ്. തസറാക്ക് എന്ന സ്ഥലത്തെ നമ്മൾ അങ്ങനെ പിന്നെ മാധവേട്ടൻ്റെ പിന്നെ ഞാറ്റുപുര അവിടെ ഉണ്ട്, ഏകാധ്യാപക വിദ്യാലയം അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ വിചാരിക്കുകയാണ് ഇത് തന്നെയാണ്. പക്ഷേ OV വിജയൻ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുറേ സാധനങ്ങൾ അദ്ദേഹം കോട്ടക്കൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന സ്ഥലത്ത്, ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ കുറേ പ്രദേശങ്ങൾ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും പോയിട്ട് ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. ഇങ്ങനെ ഒരു സാങ്കല്പികമായ ഭൂപ്രദേശത്തെ ആ പ്രദേശത്തിൻ്റെ പേര് കൊണ്ട് ഒരു സ്ഥലം ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. ഇപ്പം മധുര, 2 മധുരയുണ്ട് നമുക്ക്. തമിഴ്നാട്ടിലൊരു മധുരയുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിൽ വന്നിട്ടൊന്നും ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എന്നാൽ അവിടുത്തെ ഉത്തരേന്ത്യയിലെ മധുരയിൽ ആണ് ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ അത് തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ തന്നെ അവിടെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ എങ്ങനെയാണ് ആ രാമൻ്റെ ഒരു ജന്മസ്ഥലത്തെ പുനർനിർമ്മിക്കുക? ഏതൊക്കെ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്യും? ഇതൊരു പ്രശ്നമാണ്. പക്ഷേ ഒരു ഏകീകരണത്തിന് ഈ പറഞ്ഞ പോലെ ഈ കൾച്ചറൽ ആയിട്ടുള്ള യൂണിഫിക്കേഷന് ഇതിനെ ഒരു എലമെൻ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ് സംഗതി. സുനിൽ പിള്ളയിടം ചെയ്യുന്നത് ഇതിൻ്റെ അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ ദാർശനികവൽക്കരിച്ചുകൊണ്ട്, അമിതമായ ദാർശനികവൽക്കരിച്ചുകൊണ്ട് ഇതിനൊക്കെ ന്യായീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ പോലും നിങ്ങൾ സുനിൽ പിള്ളയിടത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പോലും രാമൻ ചെയ്ത തെറ്റിനെ, ശംഭൂകനെ വധിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് അമ്പെയ്തതിനെക്കുറിച്ചോ അതിൻ്റെ തീർത്തും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയില്ല. മറിച്ച് അദ്ദേഹം അതിനെ ഒരു കാവ്യഭംഗി എന്നല്ലെങ്കിൽ ഒരു പോയറ്റിക് പ്രോബ്ലമായിട്ടോ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുക. ഇതാണ് അതിൻ്റെ അപകടം. അതായത് ഇതൊരു ഒഴിഞ്ഞുമാറലാണ്. ഇത് തന്നെയാണ് ഖുറാനിസ്റ്റുകളും ചെയ്യുക. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മളൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊരു ലിറ്റററി പ്രോബ്ലമായിട്ട് പറയുകയും എടുത്തു പറയേണ്ട ഒരു കാര്യം വരുമ്പോൾ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുകയും ചെയ്യും. ഇതൊരു ഒഴിഞ്ഞുമാറി, ഇത് ഇരട്ടത്താപ്പാണ്. അതിനകത്ത് തന്നെ അവരുടെ സംസാരത്തിൽ തന്നെയുള്ള ഒരു വലിയ പാരഡോക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ സണ്ണി എം കവിക്കാട് അങ്ങനെയല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് എന്നെ വിശകലനം ചെയ്തത്. അദ്ദേഹം മെറ്റീരിയലായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ സാഹിത്യപരമായിട്ടുള്ള സൈദ്ധാന്തികമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മുടെ ടോപ്പിക്ക് തന്നെ അതാണല്ലോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഹിന്ദുത്വത്തിൽ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം പിടിച്ചെടുക്കുന്നത്, രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഹിന്ദു ഇടപെടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ എന്തുകൊണ്ട് മുസ്ലിമിനെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചും പറയുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു.
അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ കോർ ഇഷ്യൂ ഇതായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കുന്നത്. അതെന്താ വെച്ചാൽ അത് അവരുടെ ഈ പറഞ്ഞ സെലക്റ്റീവ് ലിസണിങ് ആണ്. അതായത് ഒരു മദ്യപനോട് പിന്നെന്താണ് ചാരായത്തിൽ ഒരു പുഴുവിനെ ഇട്ടു, പച്ചവെള്ളത്തിലും പുഴുവിനെ ഇട്ടു, ചാരായത്തിൽ വീണ പുഴു പെട്ടെന്ന് ചത്തുപോയി. അപ്പോൾ മദ്യപൻ പറഞ്ഞു, ഇത് നിങ്ങളെന്ത് മനസ്സിലാക്കി? ഇയാൾ ഇൻസ്ട്രക്ടർ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ജീവൻ അപകടത്തിലാവും ചാരായം കുടിച്ചാലെന്നാണ് ഇൻസ്ട്രക്ടർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മദ്യപൻ എന്താ പറയുക? ചാരായം കുടിച്ചാൽ നമ്മുടെ വയറ്റിലെ പുഴു ചത്തുപോകും, അതുകൊണ്ട് ചാരായം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാം. ആ ഒരു മതവാദി എപ്പോഴും അയാൾക്ക് താല്പര്യമുള്ള വിധത്തിലേക്ക് വാദഗതികളെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്. ഇത് സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകും. അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാനുള്ള വ്യഗ്രതയാണ്. അല്ലാതെ നമ്മൾ മറ്റു മതത്തെ വിമർശിക്കുന്നുകൊണ്ടുള്ള പേടിയല്ല, അവരുടെ മതത്തെ ന്യായീകരിക്കുന്നതിനുള്ള ഒരു വ്യഗ്രതയാണ് അതിൽ പ്രകടമാവുന്നത്. അത് അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഏത് മതത്തിനും പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം പറയും. ഇപ്പം നിങ്ങൾ എന്താണ്, നമ്മളൊരാളോട് പറയാണ് ആകാശത്തിൽ നമ്മൾ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷേ നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന തൊട്ടപ്പുറത്ത് പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. അവർ പോയി തൊട്ട് നോക്കിയിട്ട് അവർ ഉറപ്പ് വരുത്തുള്ളൂ. ഇങ്ങനൊരു പ്രശ്നം നമുക്കുണ്ട്. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ അത് നമ്മൾ വളരെ ജാഗ്രതയായിട്ട് ഉണരും. തീർത്തും സാങ്കല്പികമായ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, നമ്മളത് അങ്ങ് അംഗീകരിക്കും. സ്വന്തം മതത്തെ പറ്റി പറയുമ്പോഴാണ് അത് റിയലിസ്റ്റിക് ആവുക. അപ്പോൾ ഉടനെ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങും. അതാണ് അവനവനെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ സ്വന്തം മതം. ബാക്കിയുള്ള മതത്തെ പറ്റി പറയാൻ നമുക്കൊന്നും തോന്നില്ല. അതാണ് ഇതൊരിക്കലും. ഇപ്പം നമ്മൾ ഹിന്ദു മതത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇരിക്കണ ഏതെങ്കിലും ഒരു മുസ്ലിം നമ്മളോട് ചോദ്യം ചോദിക്കില്ല, അല്ലെങ്കിൽ നമ്മളോട് പ്രശ്നം ഉണ്ടാക്കില്ല. ക്രിസ്തു മതത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിമോ ഹിന്ദുവോ നമ്മളോട് ചോദ്യം ചോദിക്കില്ല. എന്നാൽ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ഉടനെ എല്ലാ ഇസ്ലാമിസ്റ്റുകളും ചാടി എഴുന്നേറ്റ് ചോദ്യങ്ങളുമായിട്ട് വരും. അത് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ടാണ്. സാർ പറഞ്ഞ മാതിരി ആശയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താ പറയുക, നമ്മൾ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ ആ ചർച്ച അവിടെ അധികം ഉണ്ടാവാറില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ ഈ പൗരാവകാശങ്ങൾ ഉണ്ട്, ഇപ്പോൾ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുക അല്ലെങ്കിൽ വേറെ വല്ല വിധത്തിലല്ല, പ്രമാദപരമായിട്ടും അല്ല പറയണത്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഹൈന്ദവതയിൽ തന്നെ പൗരാവകാശം, അതായത് ഇപ്പോൾ സംവരണം എന്നുള്ളതുണ്ട്. അത് ഈ സംവരണത്തിൽ ഇപ്പോൾ സാമ്പത്തിക സംവരണം എന്നുള്ള കാര്യം സാർ അത് വ്യക്തമാക്കിയിരുന്നില്ല, ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ദാരിദ്ര്യം എന്നുള്ളത് അത് വലിയൊരു പ്രായോഗിക വിഷയം തന്നെയാണ്. അതിന് ജാതിമത ഭേദമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. അപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതിൽ വേറൊരു യുക്തികളോ ഒന്നും നോക്കാനില്ല. അപ്പോൾ ഈ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് അതെല്ലാവർക്കും നല്ലൊരു കാര്യം ആണോ എന്നാണോ അല്ലാന്നാണോ സാർ ഉദ്ദേശിക്കണത്? സംവരണം അതിന് സാമ്പത്തികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളതാണ് എന്നല്ലല്ലോ നമ്മുടെ ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്നത്. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയതിൽ തെറ്റാണ്. അതായത് സംവരണം പ്രധാനമായിട്ടും നേരത്തെ തന്നെ ഹരീഷ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അതിനെപ്പറ്റി സൂചിപ്പിച്ചു. അതായത് സംവരണം എന്ന് പറയുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ട്, സാമൂഹികമായ കാരണങ്ങൾ കൊണ്ട്, മതപരമോ സാംസ്കാരികമോ ഒക്കെ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം നിന്ന, ബോധപൂർവമായി മാറ്റി നിർത്തപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട, അകറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് മുന്നോട്ട് വരാനുള്ള പലതരത്തിലുള്ള സഹായ പദ്ധതികളിൽ, പലതരത്തിലുള്ള കറക്റ്റീവ് മെക്കാനിസം, പരിഹാര പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് സംവരണം. അതൊരു സാമ്പത്തിക പരിഹാര പദ്ധതിയല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുമല്ല. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ, സാമ്പത്തികമായ ദാരിദ്ര്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സമ്പത്ത് കൊണ്ട് പറ്റും. എന്നാൽ സമ്പത്ത് കൊണ്ട്, പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല സംവരണം അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് സംവരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, റിസർവേഷൻ എന്ന് നമ്മൾ ഭരണഘടനയെ മുഖാന്തരം നമുക്ക് വിഭാവനം ചെയ്ത് കിട്ടിയിട്ടുള്ള അവകാശം ഒരിക്കലും ഒരു സാമ്പത്തിക പ്രശ്ന പരിഹാര പരിപാടിയല്ല. ജാതി സംവരണമാണ് അത്. ജാതി സംവരണം, ജാതീയമായ വിവേചനം അനുഭവിക്കുന്നവർക്കാണ് സംവരണം, ജാതി സംവരണം ഉള്ളത്. സാമ്പത്തികമായ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് എന്തിനാണ് ജാതി സംവരണം? അവർക്ക് സാമ്പത്തിക പ്രശ്നം കൊടുത്താൽ പോരെ? തൊഴിലുറപ്പ് പണിക്ക് പോകാം, ചായക്കട നടത്തുന്നതിന് ലോൺ കൊടുക്കാം, ബസ് വാങ്ങാം, എന്ത് വേണം ചെയ്യാലോ. ആ പ്രശ്നം സാമ്പത്തികമായി പരിഹരിക്കപ്പെടുമല്ലോ. ജാതീയമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലല്ലോ. പൈസ കൊടുത്താൽ ജാതി മാറുമോ? നിങ്ങൾക്ക് കുറച്ച് പൈസ തന്നാൽ അത് കുറേ പ്രാവശ്യം പല ആൾക്കാർ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഗുളിക കഴിക്കുന്നത് കൊണ്ട് പനി വരികയല്ല, പനി ഉള്ളത് കൊണ്ട് നമ്മൾ ഗുളിക കഴിക്കുകയാണ്. അതായത് സംവരണം കൊടുക്കുന്നത് കൊണ്ടല്ല ജാതി ഉള്ളത്, ജാതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ സംവരണം കൊടുക്കുന്നത്. ജാതി ഇല്ലെങ്കിൽ സംവരണത്തിൻ്റെ ആവശ്യമില്ല. ജാതി ഇല്ലാത്ത സമൂഹങ്ങളിലൊന്നും ജാതി സംവരണമില്ല. ജാതി ഇല്ലാത്ത സമൂഹങ്ങളിലൊന്നും ജാതി സംവരണമില്ല. അവിടെ വേറെ മാർഗങ്ങളാണ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളാണ്, സാമൂഹിക സുരക്ഷാ പരിപാടികളാണ്. ഈ സാമൂഹിക സുരക്ഷാ പരിപാടികളൊന്നും ജാതീയമായി ഉള്ള വിവേചനത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനല്ല.
സാമൂഹികമായുള്ള ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ സ്കീമുകൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി ഒരിക്കലും നമ്മളിപ്പോൾ നിങ്ങൾ നോക്കൂ, അമേരിക്കയിലേക്ക് പോലും കയറ്റുമതി ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ജാതി. അമേരിക്കയിൽ ജീവിക്കുന്ന 80% ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ജാതീയമായ വിവേചനം അവിടെ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ആർക്കും പൈസ ഇല്ലാണ്ട് അവിടെ ഇഷ്ടം പോലെ പൈസയുള്ള ആൾക്കാർ തന്നെയാണ് ജീവിക്കുന്നത്, നല്ല തൊഴിലെടുത്ത് ജീവിക്കുന്നു. പക്ഷെ ജാതി ഈ പറഞ്ഞ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതൊരു പ്രത്യേക, അത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് ഉൾക്കൊള്ളുന്നതിനുള്ള അതിനെ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നമാണ്. ഹൈന്ദവതയിൽ വിഭജനം കൊണ്ടുവന്നത് സംവരണമല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഘടകങ്ങളിലും ജാതി അല്ലെങ്കിൽ ഈ വിവേചനം, വർണ്ണവിവേചനം നിലനിൽക്കുന്നുണ്ട്. വർണ്ണാശ്രമധർമ്മം ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെടുമല്ലോ, ഇല്ലേ? അപ്പോൾ ഇതെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ജന്മം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ജാതിയെ അടിസ്ഥാനപ്പെടുത്തി, ജന്മമാണ് ജാതിയെ നിർണ്ണയിക്കുന്നത്. അല്ലാണ്ട് അയാൾ ചെയ്യുന്ന തൊഴിലാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്, ഏത് നല്ല തൊഴിലെടുത്താലും അയാളുടെ ജാതിയാണ് അന്വേഷിക്കപ്പെടുന്നത്. അത് ആരും അയാളുടെ മേലെ ആരോപിക്കുന്നൊന്നുമല്ല. ഇത് നമ്മൾ പറയുന്ന പോലെ എനിക്ക് ജാതിയുള്ളത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, എന്നെ കാണുന്നവർ എൻ്റെ മേലെ ആരോപിക്കുന്നതാണ്. അതുകൊണ്ട് ജാതി ഞാൻ നിർമ്മിക്കുന്നതല്ല, മറ്റുള്ളവർ എൻ്റെ മേലെ ആരോപിക്കുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞത്, അതായത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആരാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്? ജാതീയമായി വിവേചനം അനുഭവിക്കുന്നവരാണോ, അല്ല അവർ ചൂഷണം ചെയ്യുന്നവരാണോ? ജാതി ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്നവരാണോ? ഇത് സത്യത്തിൽ ഇതൊരു പ്രശ്നമാണ്. പിന്നെ വേറൊരു വിഷയം. ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, സംവരണം ഒരിക്കലും ജാതി ഉള്ളതുകൊണ്ട് ആണ് സംവരണമുള്ളത്, സംവരണമുള്ളതുകൊണ്ട് ജാതി ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ജാതി ഒരാളുടെ ദാരിദ്ര്യം, സാമ്പത്തികമായ ദാരിദ്ര്യം പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനമല്ല, മറിച്ച് സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും ഭരണത്തിലും മറ്റ് സാമൂഹികമായുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിനും പങ്കാളിത്തം നൽകുന്നതിനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് സംവരണം. അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. നമുക്ക് ചിലപ്പോൾ അങ്ങനെ കാണുന്നതിൽ വിഷമമൊക്കെ തോന്നും, പക്ഷെ അതാണ് സത്യം. ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രശാന്തിന് പറയാൻ കഴിയും. മാത്രമല്ല, ഇന്ന് പ്രശാന്ത് അപ്പോലിൻ്റെ ഒരു സംവരണം എന്തിനെന്നുള്ള ഒരു വിഷയം എലവഞ്ചേരിയിൽ നമ്മുടെ തന്നെ ഒരു സഹോദര സംഘടന ഈ വിഷയത്തിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. പറ്റാവുന്നവർക്ക് അതിലൂടെ പങ്കെടുക്കാവുന്നതാണ്. ഞാൻ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചാൽ വേറൊന്നുമല്ല, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയമെടുത്ത് തന്നെ സംസാരിക്കുന്നത്. ഇവിടെ ഹരീഷ് ആദ്യം സൂചിപ്പിച്ച കാര്യവും വിനോദ് പിന്നീട് പറഞ്ഞ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഒന്ന് രണ്ടും കൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനോദ് ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറയേണ്ടായി, ജ്യോതിർമയി ശർമ്മയുടെ ഒരു പുസ്തകത്തിൻ്റെ വളരെ കൃത്യമായി എങ്ങനെയാണ് ഹിന്ദുത്വം പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്ന ഒരു പുസ്തകം കൂടിയാണ്. ഞാൻ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിനോദ് പറയുന്ന ഈ രാഷ്ട്രീയ ഹിന്ദു അല്ലെ രാഷ്ട്രീയത്തിലെ ഹിന്ദു എന്ന് പറയുന്ന ആ ഹിന്ദുവിനെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. വളരെ കൃത്യമായി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് അവരുണ്ടാക്കിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായ ഹരീഷ് പറയുന്ന സാംസ്കാരികമായ മാറ്റത്തിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുക്കണേ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. അത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാൻ ശ്രമിക്കാം. 1890-കളിലാണ് ഗണപതി അഥവാ ഈ ഗണേശ ജയന്തിയോ എന്താ അതിനെ പറയുക, ആഘോഷങ്ങൾ ഇന്ത്യയിലൊരു സാർവജനിക് ആയി മാറുന്നത്. ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു ഗണപതിയുടെ. അതായത് ഗണപതി എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ വളരെ കൃത്യമായി പൊളിറ്റിക്കലി അപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പരിസരത്ത് നിന്നിട്ടാണ് ഹിന്ദു പൊളിറ്റിക്സ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ നേരത്തെ ഹരീഷ് പറഞ്ഞ പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഹോമോസാപ്പിയൻ അല്ല ഇന്നത്തെ പൗരൻ എന്ന് പറയണ പോലെ അതിന് സാംസ്കാരിക മാറ്റം സമയം, അല്ലെങ്കിൽ പണ്ടുള്ള ഭാര്യ അല്ല ഇപ്പോഴത്തെ ഭാര്യ, രണ്ട് വാക്കും ഒന്നാണെങ്കിൽ പോലും അതല്ല. കാരണം അതിൻ്റെ സാംസ്കാരികമായ മാറ്റം വരുന്നു എന്ന് പറയണ പോലെ ഗണപതിയിലും പശുവിലും അതുപോലെ രാമനിലുമെല്ലാം ഈ സാംസ്കാരിക മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്
രാഷ്ട്രീയ ഹിന്ദുത്വത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. അവർ കൃത്യമായി RSS ഒക്കെ പറയുന്ന വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു സാംസ്കാരിക ഹിന്ദുവിനെ ഉണ്ടാക്കിയെടുക്കുക, വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കുക, വ്യക്തികളുടെ നിർമ്മാണമാണ്. അവരെ സാംസ്കാരികമായിട്ട് പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അതായത് മാനസിക തലത്തിലുള്ള ചിന്തയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രതീകങ്ങളെ, അതിൻ്റെ അർത്ഥതലങ്ങളെ ഒക്കെ മാറ്റി, ആ വാക്ക് തന്നെ പറയുകയാണെങ്കിൽ സാംസ്കാരികമായി മാറ്റിയിട്ടാണ് അത് ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വേണം നമ്മളതിനെ കാണാൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വയലാർ എഴുതുമ്പോൾ എന്താണ് ഗംഗയിൽ താമര വിരിഞ്ഞു എന്ന് എഴുതുന്ന സമയത്ത് BJP ഉണ്ടായിട്ടില്ല. BJP അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. RSS പോലും അത് കഴിഞ്ഞിട്ട് വർഷങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷെ ആ താമര എന്ന് പറയുന്ന ആ പ്രതീകത്തെ ഹൈന്ദവവൽക്കരിച്ച് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് BJPയുടെ ഇന്ന് അവർ ഭരിക്കുന്നതിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അവർക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ പലപ്പോഴും സംഗതികളെ കാണുമ്പോൾ കേവലമായി കണ്ട അവിടെ എന്താണ് 1000 താമരകൾ വിടർന്നു എന്ന് പറയുമ്പോൾ ആ താമര പിന്നെ ഉണ്ടായതാണ്, അതുകൊണ്ട് അതിനകത്ത് ബ്രാഹ്മണിക്ക് ഹെജിമണി കാണരുത് അല്ലെങ്കിൽ സവർണ ഭാഷ കാണരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അർത്ഥത്തിലല്ല പിന്നീട് അത് ചിലപ്പോൾ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ടാവുക. 90കൾക്ക് മുമ്പുള്ള രാമനല്ല ഇന്നത്തെ രാമൻ. ആ രാമനിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം രാമൻ കൃത്യമായി പൊളിറ്റിക്കലി അപ്പോയിൻ്റഡ് ആയിട്ടുണ്ട്. ഇന്ന് രാമൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരാളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം വേറെ പലതുമാണ്. അയോധ്യ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിത്രം വേറെ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ നമ്മളിതെല്ലാം കഴിഞ്ഞു വരുന്ന ആളുകൾ തന്നെയാണ്. ഇതെല്ലാം നമ്മളിലേക്ക് ഇൻട്രീം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, അതൊരു ക്ലിയർ വാട്ട് അബൌട്ട് ആണ്. നമ്മൾ ഏത് മതക്കാരോട് നമ്മൾ ആ മതത്തിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെന്താ ഹിന്ദുക്കളെ കുറിച്ച് പറയാത്തത്, നിങ്ങളെന്താ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയാത്തത്, അല്ലെങ്കിൽ നിങ്ങളെന്താ മുസ്ലിങ്ങളെ കുറിച്ച് പറയാത്തത് എന്നുള്ളത്, അത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ മിണ്ടരുത്. അതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതാണ്, നിങ്ങൾ നിഷ്പക്ഷനല്ല, നിങ്ങൾ മിണ്ടരുത്. അവിടെ ഞാൻ പറയുന്നത് എനിക്ക് കൃത്യമായൊരു പക്ഷമുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ മുസ്ലിങ്ങളെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല ഞാൻ സംസാരിക്കാത്തത്. പലപ്പോഴും അവരോട് സ്നേഹമുള്ളത് കൊണ്ടുമല്ല, മറിച്ച് കൃത്യമായി ഹിന്ദുത്വത്തെ തന്നെ നേരിടണമെന്ന് നിർബന്ധമായി കൃത്യമായി അറിയാവുന്നതുകൊണ്ടും മനഃപൂർവ്വം അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഞാൻ പക്ഷപാതിയാണ്. കാരണം എന്താ? എനിക്ക് പക്ഷമുണ്ട് കൃത്യമായിട്ട്. അത് ഹിന്ദുത്വ വിരുദ്ധ പക്ഷമാണ്. അപ്പൊ നിങ്ങൾ നിഷ്പക്ഷനല്ല. ഞാൻ നിഷ്പക്ഷനാവണമെന്ന് എനിക്ക് പറയാം. എല്ലാവർക്കും പക്ഷമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ നിഷ്പക്ഷനായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മൂടുപടമാണ്, നിങ്ങളുടെ വായ അടച്ചു പൂട്ടിക്കാനുള്ള ഒരു കാര്യമാണ്. അതിൽ ഞാനൊരിക്കലും അതിനെ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഞാൻ കൃത്യമായി പറയും, എൻ്റെ രാഷ്ട്രീയം ഞാൻ വെക്കുന്നത് ഹിന്ദുത്വ വിരുദ്ധമായിട്ടാണ്. കാരണം ഇത്രയും അനീതികരവും അസമത്വം നിറഞ്ഞതും അധാർമികവുമായിട്ടുള്ള ഒരു വ്യവസ്ഥ വേറെ ഇല്ല എന്നുള്ളതാണ്. അതിനെ സത്യസന്ധമായി സമീപിച്ചാൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ കുറേ എന്താ പറയുക, കുറേ നല്ല വശങ്ങൾ വെച്ചിട്ട് അതിനെ പെയിൻ്റ് അടിക്കാനൊന്നും പോയാലൊന്നും അത് നടക്കാത്ത കാര്യമാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവസാനം എൻ്റെ വിഷയമാണെങ്കിൽ പോലും ഇപ്പോൾ ഇത്ര സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് ദയാനന്ദൻ ചേട്ടൻ പറഞ്ഞ മാതിരി ഇന്ന് വൈകുന്നേരം സംവരണത്തെക്കുറിച്ച് തന്നെ ഒരു സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ അത് ചർച്ച ചെയ്യാവുന്നതാണ്. ഒരു കാര്യവും കൂടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മാത്രം അവിടെ പറയുന്നു. നന്ദി.